ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായൊരു ദിവസത്തെ വീഡിയോ ആണ്. ഇഷൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു റെസിപ്പി വീഡിയോയും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിന്. കുറേ കാര്യങ്ങളൊന്നും വാങ്ങാനല്ല, ഓക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. പിന്നെ ഓക്ക് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ബർത്ത്ഡേക്കൊന്നും വേണോ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ആകെ പറഞ്ഞിട്ടുണ്ടായിന് ബലൂൺസ് വേണമെന്ന്. അപ്പോൾ അത് വാങ്ങാനാണ് പോയത്. പിന്നെ ഓൾ അറിയാണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിന് ഡെയറിങ് ലുലുലാണ്. അവിടെ കുറച്ച് റിനോവേഷൻ വർക്കെല്ലാം നടക്കുന്നുണ്ടായിന്. കുറച്ച് വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇൻറ്റീരിയർ എല്ലാം മാറ്റിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിന് അവിടെ. പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ബർത്ത്ഡേൻ്റെ ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒക്കെ ഭയങ്കര ആശയാണ് ഇങ്ങനെ ലൈക്ക് മോർണിംഗ് എണിച്ചിട്ട് വരുമ്പോൾക്ക് ഒക്കെ സർപ്രൈസായിട്ട് ബലൂൺസ് എല്ലാം വെച്ചിട്ട് കാണുന്നത്. ഇങ്ങനെ ഓൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ ഒക്കെ അറിയില്ല, ഓൾ എക്സ്പെക്റ്റ് ആക്കിയിട്ടൊന്നും ഉണ്ടായിട്ടാണ് ഞാനിങ്ങനെ എല്ലാം ആക്കുന്നത്. കാരണം രാവിലെ എണിച്ചിട്ട് ഒക്കെ നല്ല സർപ്രൈസ് ആയിന്. പിന്നെ ഓൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ആക്കി. ഓൾ ഉറങ്ങുന്ന മാത്രമല്ല ചെറിയ ആളും ഉറങ്ങിയിട്ടാണ്. ഓനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തായാലും ആക്കാൻ കഴിയില്ല. അങ്ങനെ രണ്ടാളെയും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഞാൻ വന്നിട്ട് എന്നെക്കൊണ്ട് ആകുന്ന പോലെല്ലാം ഇവിടെ ഇങ്ങനെ ഡെക്കറാക്കിയിട്ട് വെച്ചത്. അതാണെങ്കിൽ ഒരു സൈഡ് ആക്കുമ്പോൾ ഒരു സൈഡ് വീണുണ്ടായിന്. ഏത് സൈഡ് വെക്കണമെന്നും നമുക്ക് അറിയുന്നില്ല. അങ്ങനെ അതാ ഞാൻ എന്നെക്കൊണ്ടാകുന്ന പോലെ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഒരു കുഞ്ഞ് സർപ്രൈസ് എല്ലാം ആക്കിയിട്ട് വെച്ച്. ആസ് എ പാരൻറ്റ് നമ്മളെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അവരെ ഒരു നല്ലൊരു ദിവസം അത് അതിനെക്കാട്ടി കൂടുതൽ ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു ഡേ ഇഷാനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. ബിക്കോസ് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇഷാനെ കിട്ടിയത്. ഞാനൊരു പാരൻ്റായ അല്ലെങ്കിൽ ഞാനൊരു ഉമ്മ ആയൊരു ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത് അവർ നമ്മളോട് കടപ്പെട്ടതിനും കാട്ടി കൂടുതൽ നമ്മൾ അവരോട് കടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ബിക്കോസ് ടു ബി ബോൺ എന്ന് പറയുന്നത് ഒരിക്കലും ഓരോ ചോയ്സ് അല്ല, നമ്മളെ ചോയ്സാണല്ലേ നമുക്ക് മക്കൾ വേണമെന്ന്. അപ്പോൾ അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓർക്ക് വേണ്ട പോലത്തെ ഒരു ലൈഫ് ഓരോ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വലുതാക്കുക, ഓരോ നല്ലൊരു ജനറേഷനായിട്ട് മോൾഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഓർക്ക് എത്രത്തോളം ഹാപ്പിനെസ് കൊടുക്കാൻ കഴിയുന്നോ അതെല്ലാം ആലോചിച്ചിട്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഓൾക്ക് ഞാൻ കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായതെല്ലാം ഒരു കവറിലാക്കിയിട്ട് അത്യാവശ്യം എന്നെക്കൊണ്ട് ആകുന്ന പോലെ ആക്കിയിട്ട് സെറ്റപ്പെല്ലാം ആക്കിയിട്ടാണ് ഞാൻ രാത്രി കിടന്നുറങ്ങിയത്. ഓളെങ്കാട്ടി മുന്നേ അടിച്ചിട്ട് ഓളെ വിളിച്ചിട്ട് എടുപ്പിച്ചിട്ട് സർപ്രൈസ് ആക്കണമെന്നെല്ലാം ഞാൻ വിചാരിച്ചിട്ടാണ് കിടന്നത്. പക്ഷേ ഞാൻ കിടക്കുമ്പോൾ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓളൊപ്പമാണ് ഞാൻ എണിച്ചത്. എന്തെങ്കിലും സാരില്ല, ഓൾ രാവിലെ എണിച്ചിട്ട് വന്നിട്ട് ഒക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിന്. നല്ല സർപ്രൈസ് അല്ല, ഓൾ ഷോക്കായിനായി. ബിക്കോസ് ഓളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾ എക്സ്പെക്റ്റ് ആക്കിയിട്ടുണ്ടായിട്ടാ ഇങ്ങനെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ പിന്നെ ഓൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ബിരിയാണി. അപ്പം ഞാൻ പെട്ടെന്നൊരു സിമ്പിളായിട്ട് ഒരു 1 pot ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളപ്പോൾ ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ 1 pot എന്ന് പറയുമ്പോൾ നിങ്ങൾ കുക്കറിൽ തന്നെ ഈ ചിക്കൻ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തതെന്ന് മാത്രം എൻ്റെ ചിക്കന് അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓയിൽ തന്നെ ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതേ എണ്ണയ്ക്ക് കുറച്ച് സവാള മതി. നമ്മൾ മറ്റേ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ കുറേ ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ലേക്ക്, കുറച്ച് മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ആക്കിയിട്ട് ഇടാം, പച്ചമുളകെല്ലാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഒരു 4 പച്ചമുളക് എടുത്തിട്ട് ഡയറക്റ്റ് അങ്ങനെ ഇട്ടാണ് ചെറിയൊരു മുറി ഇട്ടിട്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ മസാലപ്പൊടി ബിരിയാണിക്ക് ഏതെല്ലാം മസാലപ്പൊടിയാണ് ഇടുന്നത് അത് ഇടാം. ഇപ്പം ഞാൻ മഞ്ഞൾ, കുരുമുളക്, ഗരം മസാല, ബിരിയാണി മസാല ഇത്രയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം നല്ലപോലെ മിക്സ് ആക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ മെഷർ ചെയ്തിട്ട് വെച്ച അരി ഉണ്ടാവും, അത് അതിൻ്റെ മുകളിലേക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് കറക്റ്റായിട്ട് ഇപ്പം ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പം ഫസ്റ്റ് ഒന്ന് അരി ഇടാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മിക്സ് ആക്കരുത്. മിക്സ് ആക്കി കഴിഞ്ഞാൽ ആകെ അതൊരു കുഴഞ്ഞ പോലാവും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ലെയർ ചെയ്യുന്ന പോലെ മുകളിലേക്ക് അരിയിടുക, അതിലേക്ക് മെല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് അടിമേലാവാതെ നോക്കണം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒറ്റൊരു വിസിൽ മതിയാവും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ
നല്ല സിമ്പിളായിട്ടൊരു ബിരിയാണി റെഡിയായി കിട്ടും. നമ്മൾ മറ്റേ ദം ബിരിയാണീൻ്റെ ടേസ്റ്റ് എല്ലാമായിട്ട് ഇത് കമ്പയർ ആക്കരുത്. അതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ മജ്ബൂസിൻ്റെ ടേസ്റ്റും അല്ല, ഇതിൽക്ക് വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ കുറേ പാത്രമെല്ലാം കഴുകാൻ മടി ഉണ്ടെങ്കിലെല്ലാം ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചോറ് കുക്കറിൽ നിന്ന് മാറ്റുമ്പം എല്ലാം ഒറ്റയടിക്ക് ഇടാണ്ട് ആദ്യം റൈസ് മാത്രം എടുത്തിട്ട് പിന്നെ അടിയിലത്തെ മസാല എടുത്തിട്ട് ഒരു സൈഡാക്കിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മസാല സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് തൈരും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ലഞ്ചാണിത്. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പ്രത്യേകിച്ച് വലിയ പാർട്ടിയൊന്നും ഉണ്ടായിട്ട. ഇഷാൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിന്. അവർക്ക് കുറച്ച് സ്വീറ്റ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. ഓളെ അതിനൊരു വിഷ് ലിസ്റ്റ് ബാക്കി ഉണ്ടായിന്. ഓൾക്ക് ബ്രോസ്റ്റഡ് കഴിക്കണം. കുറേ ആയി ഓൾക്ക് പുറത്തുനിന്ന് ബ്രോസ്റ്റഡ് ഇങ്ങനെ വാങ്ങിക്കൊടുക്കാണ്ട്. അപ്പം ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ഉള്ളൊരാഗ്രഹം പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓളെയും കൊണ്ട് ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇന്നോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓളെ ഈ ചെറിയ എന്തെല്ലാം ആഗ്രഹങ്ങളുള്ള അതെല്ലാം ചെയ്ത് കൊടുക്കാനാണ്. അല്ലാത്ത ദിവസവും കൊടുക്കലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഓളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണ്ടേന്ന് ചോദിച്ചിട്ടാണ് ഓരോന്ന് ചെയ്ത് കൊടുത്തത്. അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തെങ്കിൽ ഓർക്ക് ചിലപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും അറിയില്ല, അതിൻ്റെ വാല്യൂ അറിയില്ല. അതിന് പകരം ഓർക്ക് ഇഷ്ടമുള്ള ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തെങ്കിൽ ഓർക്കത് വലിയ കാര്യമാവും. അപ്പോൾ ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.